അതെ, ഡിസംബർ മാസം ആകുമ്പോൾ എല്ലാ മനുഷ്യന്മാരും വീടിന്റെ ഫ്രണ്ടിൽ ഒരു സാധനം തൂക്കാറുണ്ടല്ലോ, സ്റ്റാർ. ഇപ്പൊ ട്രെൻഡിങ്ങിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റാർ നമ്മുടെ ചാനലിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാല്ലേ. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ചാനലിൽ തന്നെ 50K ആവുന്ന സമയത്ത് എന്തായാലും ഞാനൊരു 10 പേർക്ക് ഗിവ് അവേ അലർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ ക്രാഫ്റ്റിന്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതേപോലെ നമ്മുടെ ഈ ഒരു ഗിവ് അവേന്റെ വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോക്ക് കമന്റും കൂടി ഇട്ടോളൂ. ഈ ഒരു ഡിസംബർ മാസം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ എല്ലാം ഒരു മൂഡിന്റെ പുറത്ത് എനിക്ക് ചെയ്യാനായിട്ട് തോന്നുള്ളൂ. ഇന്ന് പെട്ടെന്നൊരു സ്റ്റാർ ഉണ്ടാക്കണമെന്ന് മനസ്സിൽ തോന്നി. അപ്പൊ തന്നെ ഞാൻ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ എടുത്ത് ഉണ്ടാക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പൊ എന്റെ അമ്മേന്റെ ഒരു ഡയലോഗ്, ഡിസംബർ മാസം കഴിയാറായി എന്നിട്ടാണോ സ്റ്റാർ ഉണ്ടാക്കുന്നത്? പിന്നെ നമുക്കതൊന്ന് പുത്തരിയല്ലെന്ന് അറിയാലോ. അങ്ങനെ എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതേപോലെ കളർ പേപ്പേഴ്സ് ഞാൻ എടുത്തു. സംഭവം നമ്മൾ എടുക്കുന്ന സമയത്ത് കറക്റ്റ് 20 ഷീറ്റ് തന്നെ നോക്കി എടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല. എന്റെ കയ്യിൽ പിന്നെ വൈറ്റ് ഷീറ്റും കളർ പേപ്പറും ഒരേപോലെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ വൈറ്റ് ഷീറ്റ് എനിക്ക് അസൈൻമെന്റ് എഴുതാനുള്ളത് കൊണ്ട് തന്നെ അതെന്തായാലും തൊടാൻ പോയില്ല. പിന്നെ ഈ ഒരു പേപ്പർ വാങ്ങിച്ചു വെച്ചിട്ട് കുറേ നാളായി. പിന്നെ അതിൽ കുറേ കളേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. ടോട്ടൽ നമുക്ക് 20 ഷീറ്റ് വേണമല്ലോ. അപ്പൊ എന്തായാലും ഞാൻ 10 വെച്ചിട്ട് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ കണക്കൂട്ടുന്ന സമയത്ത് കളേഴ്സ് പേപ്പർ കുറവായിരുന്നു. ഒരേ കളറിൽ ഒരേ ഷീറ്റ് നമുക്ക് ഒറ്റയടിക്ക് എടുക്കാന്ന് പറയുന്നത് എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്റെ കളറായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ബ്ലൂവും വയലറ്റും ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വന്നപ്പോഴത്തേക്കും ഈ ബ്ലൂ 10 പേപ്പറും അതേപോലെ വയലറ്റ് 8 മാത്രമേ ഉള്ളായിരുന്നു. എന്നൊക്കെ വിചാരിച്ചു ടോട്ടൽ നമുക്ക് 16 പേപ്പർ വെച്ചിട്ട് ചെയ്യാന്ന്. അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്കും അപ്പോഴാണ് ഞാൻ ഒരു നട്ട് സത്യം മനസ്സിലാക്കുന്നത്. ആ ഒരു 4 പേപ്പറും കൂടെ ഇല്ലാതെ ഈ ഒരു സ്റ്റാൻഡ് ഫൈനലൊക്കെ കിട്ടൂലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റോസ് പേപ്പറും കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മളങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒറ്റ പേപ്പർ എടുക്കുക, 2ആയിട്ട് ഫോൾഡ് ചെയ്യുക, പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ ഫോൾഡ് ചെയ്യുക, അതേപോലെ വരച്ചു കൊടുക്കുക, പിന്നെ അതേപോലെ കട്ട് ചെയ്യുക, പിന്നെ ഇതേപോലെ ഒട്ടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിലൂടെ പറയണേ. ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് കണ്ടില്ലേ ഞാൻ എടുത്തിരിക്കുന്ന ആ റോസ് പേപ്പറാണത്. അതും കൂടി ഞാൻ ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. എങ്കിലേ നമുക്ക് ആ ഒരു സ്റ്റാൻഡ് ഫൈനലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാന്റാക്ലോസിനൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ആ ഒരു സീരീസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ സോയിൽ ക്ലേ തീർന്നു, അതേപോലെ തന്നെ സാധാ ക്ലേയും തീർന്നതുകൊണ്ടാണ് ആ സീരീസ് ഒന്ന് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കാഞ്ഞത്. അങ്ങനെ സ്റ്റാറോട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫെയറി ലൈറ്റും കൂടി ഒന്ന് ഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. ഫെയറി ലൈറ്റിന്റെ കാര്യങ്ങൾക്ക് അറിയാലോ, 4 അടി താലമണ്ടയ്ക്ക് നോക്കി കൊടുത്താലും നമ്മളെ കൈ വേദന ആവുമെന്നല്ലാതെ അത് റെഡി ആവും തോന്നില്ല. അപ്പൊ ഇഷ്ടമായാൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യല്ലോ അല്ലേ.